സിനിമാ മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ നിരവധിയായിട്ടുള്ള ദുരവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതായിരുന്നു ഈ സംഭവത്തിൻ്റെ എല്ലാം ആധാരമായിട്ടുള്ളൊരു ചിന്ത. അതിനെ തുടർന്ന് ഹേമ കമ്മീഷൻ 3 പേരടങ്ങുന്ന കമ്മീഷനാണ്. കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ നേരിട്ട് കാണുകയും അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുകയും അതനുസരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. 295 പേജുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത്. പക്ഷേ 4.5 കൊല്ലം കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ പോലും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ഗൗരവമുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ ഒരു കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല, സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അങ്ങനെയാണ് വിവരാവകാശ കമ്മീഷണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ നേരിട്ട് തന്നെ ഇടപെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ റിപ്പോർട്ട് എന്തായാലും ഈ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഈ കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ, അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിന് പറഞ്ഞിരിക്കുന്ന കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് ശരിയാണോ നോക്കണം. ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ നടത്താൻ സർക്കാർ സെക്രട്ടറി തയ്യാറാകണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശത്തിലുണ്ടായിരുന്നു. എന്തായാലും അതിനെ തുടർന്നാണ് ഏതാണ്ട് 5 പേരാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം കത്ത് നൽകിയിരുന്നത്. അതനുസരിച്ചുള്ള തുക അവർ ട്രഷറിയിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും 24-ാം തീയതി വൈകുന്നേരം 4 മണിയോടുകൂടി ഈ റിപ്പോർട്ട് നൽകണം എന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് നൽകണമെന്നുള്ള നിർദ്ദേശം വിവരാവകാശ കമ്മീഷണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിനെ തുടർന്നുള്ള നടപടികളെല്ലാം തന്നെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ആ ദിവസം രാവിലെ, അതായത് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടരുത്, അല്ലെങ്കിൽ അത് പരസ്യപ്പെടുത്തുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തുന്ന നിലയുണ്ടായത്. എന്തായാലും ആ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിന് തടഞ്ഞുകൊണ്ടുള്ള ഒരു നിലയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതിനൊരു സ്റ്റേ നൽകിയിരിക്കുന്നു. ഇവിടെ ചോദ്യമായി ഉയരുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പഠനം നടത്തുകയും ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും കമ്മീഷനെ വെച്ച് ആ റിപ്പോർട്ട് പഠിച്ചു, ആ റിപ്പോർട്ട് തയ്യാറാക്കി അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകുമ്പോൾ എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സ ഹർജിയുമായി ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ്. ഇത് ചിലരെയെങ്കിലും അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഈ 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നതിന് പിന്നിലുള്ള കാര്യവും ഇത്തരത്തിലുള്ള അലോസരങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്ന ഒരു വിഷയം. എന്തായാലും ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുമ്പോൾ 62 പേജിലെ വിവരങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം കമ്മീഷണർ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് ചിലരുടെയെങ്കിലും സ്വകാര്യതയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് 62 പേജ് ഒഴിവാക്കിക്കൊണ്ട് തന്നെയുള്ള 233 പേജുള്ള റിപ്പോർട്ട് നൽകണം എന്നുള്ള നിർദ്ദേശം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്നത്. അതനുസരിച്ചുള്ള നടപടികളിലേക്കാണ് കടന്നുപോയത്. എന്നാൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് റിപ്പോർട്ട് നൽകാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോടതി പരാതിക്കാരൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സർക്കാർ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്ക് ഇതിൻ്റെ നോട്ടീസും അയച്ചിട്ടുണ്ട്. മറുപടി നൽകണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി തന്നെ, അത് പുറത്തു വരുമ്പോൾ തന്നെ അതൊരു ചരിത്ര സംഭവമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ നിലയിൽ തന്നെയാണെങ്കിൽ അത് അന്വേഷണത്തിന് വിധേയമാകേണ്ടതാണ്. അതിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് സത്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിന് നിയമ സംവിധാനങ്ങളെല്ലാം തന്നെ തുണയുണ്ടാകേണ്ടതും.